ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബാംഗ്ലൂർ മല്ലു കപ്പിൾ വ്ലോഗ്സ്. അതെ, അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്ത് വീഡിയോ ആയിട്ടാണ്? നമ്മള് ഒരു ട്രിപ്പ് പോവാണ്. കൊറേ ദിവസത്തിന് ശേഷം ഞാനായിട്ട് ഒറ്റയ്ക്കാൻ പോകുന്ന ഒരുപാട് മിസ് അവരിനൊക്കെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. കുറച്ച് ദൂരെയുള്ള ട്രിപ്പ്. ലീഫ് കിട്ടാൻ വേണ്ടി ശരി പോവാലോ എന്ന് ഓർത്ത് രണ്ടാളും. അപ്പൊ ഡൽഹിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാന്ന് കരുതുന്നു. അതെ, അപ്പൊ നമ്മള് ട്രിപ്പ് പോകുന്നത് നാളെയാണ്. നമ്മൾ നാളെ രാത്രി 10:30-ക്കാണ് ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ പാക്ക് ചെയ്താലല്ലേ നാളത്തേക്ക് എന്തായാലും പോക്ക് നടക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇന്ന് ചിന്നുവിന് പണിയാണ്. ഇപ്പൊ ഏകദേശം അവരുടെ പണി കഴിഞ്ഞിട്ടുള്ള രാത്രി ഇന്ന് 12 മണി വരെ ഉണ്ട്. നാളെ എനിക്ക് ഓഫീസ് ഉണ്ട്. ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം എനിക്ക് പോവാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് നാളെ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ കാണണം. എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം ബാഗില് സാധനങ്ങൾ നമുക്ക് കയറ്റാം. ഇവിടെ ഓൾറെഡി സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്, എല്ലാം വലിച്ചു വാരിയിട്ട്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വലിച്ചു കയറ്റണം, അല്ലേ? അതെ. അപ്പൊ നമ്മളുടെ ടിഷ്യൂ തേങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഡ്രസ്സ് ബാഗിലോട്ട് ഡ്രസ്സ് പാക്ക് ചെയ്യാം, ട്രോളിയിലോട്ട് ഡ്രസ്സ് പാക്ക് ചെയ്യാം. അതെ, നമ്മുടെ ബാഗ് പെട്ടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കണം. അപ്പൊ നമുക്ക് ആകെമ്പാട് ഓൾറെഡി ഇപ്പൊ ചിന്നു പകല് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഓഫീസിൽ കുറച്ച് മുമ്പ് വന്നിട്ടേ ഉള്ളൂ. അപ്പോ ആദ്യം ഇതൊക്കെ ലൊട്ടിലൊടുക്കുന്ന സാധനം എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്റെ ഡ്രസ്സുകൾ എടുത്ത് വെക്കാം. എന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 3 സെറ്റ്, ഒരു 2 ഷർട്ടും 2 പാന്റും, മൊത്തം 3 പാന്റ് ഉണ്ട്. ഒന്ന് നാളെ ഇടാനുള്ളതുകൊണ്ട് പുറത്ത് തന്നെ വെച്ച്. അപ്പോ ആദ്യം 2 ഷർട്ട് വെക്കാം. ഇതിനുള്ള മാച്ചിങ് സാധനം ചിന്നുവിന്റെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ 2 ഷർട്ടും നമ്മൾ മാച്ചിങ് ഇട്ട് വേണം. അപ്പൊ 2 ഷർട്ടും 2 പാന്റും. എന്താ ഒന്നുമില്ല. അപ്പോ 2 ഷർട്ടും 2 പാന്റും. പിന്നെ ഇതാണ് നാളെ ഞാൻ ഇടുന്നത്. അപ്പൊ ചിന്നു ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഓൾറെഡി എടുത്തു വെച്ചിട്ട് ഇടാനുള്ളത് അവിടെ. അപ്പോ ഇത് ഞാൻ പുറത്ത് വെക്കാം, കാരണം നാളെ നമുക്ക് ഇടാനുള്ളതല്ലേ. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇടാനുള്ള ജസ്റ്റ് റൂമിൽ നിന്നൊക്കെ ഫ്രഷ് ആവുമ്പോൾ ഇടാനുള്ള ഐറ്റംസ്. ചിന്നുവിന്റെ നമ്മള് താജ്മഹൽ പോകുമ്പോൾ ഇടാൻ വെച്ചേക്കുന്ന ഡ്രസ്സാട്ടോ ഇത്. നമ്മൾ അവിടെ നിന്ന് ഇട്ട് കാണിക്കാവേ. നമ്മൾ രണ്ടുപേരും ഒരേ കളറാണ്, വൈറ്റ് ആണ്. വൃത്തിക്ക് വെക്കി, വൃത്തിയില്ലാത്ത അങ്ങനെ വെച്ചാൽ മതി, നമ്മളെ ബാഗല്ലേ. അതിന് നമ്മൾ വൃത്തിക്ക് വെക്കണ്ടേ. ഇത് ചിന്നു ഇടാൻ പോണെന്ന്. ഇത് ചിന്നു നാളെ ഇടാനുള്ള ഡ്രസ്സാണ്. അപ്പൊ ഇത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇത് അവിടെ പോയിട്ട് ഇടാനുള്ള കഫ്തയും മഫ്തയും എന്തൊക്കെയൊക്കെയോ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയൊക്കെയോ എനിക്ക് പേരറിയില്ലല്ലോ, പഠിക്കണം. അതും വെക്കിപ്പാ. അപ്പൊ അതിനുശേഷം ചിന്നുവിന്റെ മേക്കപ്പ് സാധനങ്ങള്, ഇതും കൂടെ എല്ലാ സാധനവും ഉണ്ട് ഇതില്. ഇത് സൈഡിൽ വെക്കാം. അതിനുശേഷം നമ്മുടെ പേസ്റ്റ് ബ്രഷ് ഐറ്റംസ്. അത് നല്ല അടിപൊളി സാധനം, നമ്മള് മീഷോന്ന് ഓർഡർ ചെയ്തത്. ഇത് അവളുടെ വള ഐറ്റംസ്, എന്തൊക്കെയോ കുറെ ചെറിയ സാധനം. ഇത് അവളുടെ മുഖം തുടയ്ക്കുന്നത് ടിഷ്യൂ. അപ്പൊ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞു. എന്റെ കോട്ട് അവിടെ ഡൽഹിയിൽ തണുപ്പാന്നാ പറഞ്ഞത്, അതുകൊണ്ട് എന്റെ കോട്ട് ഇതിപ്പോ എങ്ങനെ ഞാൻ മടക്കി വെക്കുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഇത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇതിനുള്ളിൽ വെക്കും, കുഴപ്പമില്ല. നല്ല ഇപ്പുറത്ത് വെക്കാലോ. അപ്പുറത്ത് അവിടെ ഷൂ ഒക്കെ വെക്കണ്ടേ. അപ്പൊ ഇവിടെ ഇത്ര ഐറ്റംസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഷൂ ക്രോക്സ് ഐറ്റംസ് ആണ് വെക്കണേ. ഒരാള് 11 മണി 12 മണിക്കാണ് കേട്ടോ പോയിട്ട്. നീ ഏതാ ചെരുപ്പിടണ നാളെ? ഞാൻ ക്രോക്സ് എന്റെ ഇത് കൊടുക്കണം. അപ്പൊ ആ ചെരുപ്പും കൂടെ കൊടുക്കും. ഈ ചെരുപ്പും സമയം എത്രയെന്ന് അറിയോ? കണ്ടറിയാം, എല്ലാരും ഉറങ്ങിയിട്ട് ഈ സമയത്ത് നമ്മുടെ കലാപരിപാടി കുത്തി കയറ്റുണ്ട് ചെരുപ്പ്. അപ്പോ എന്റെ ചെരുപ്പും ഇവളുടെ ചെരുപ്പും നൈസായിട്ട് ഉള്ളിൽ കയറ്റാം. ഈ സ്ഥലത്ത് വെക്കാം. അപ്പോ നമുക്കിവിടെ നൈസായിട്ട് വെക്കാം. പിന്നെ ഡ്രയറും ഐറ്റംസും കൂടെ വെക്കണം. ഡ്രയർ ഇതിനുള്ള അത് വേണോ നമുക്ക്? ഹെയർ ഡ്രയർ. പിന്നെ മുടി ഉണക്കണ്ടേ?
കണ്ട ഗൈസ്, എല്ലാരും നോക്കുക, ഹരിത്താണ് ഇത് യൂസ് ചെയ്യണത്. വാങ്ങി തന്നിട്ട് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ട് ഹരിത്ത് തന്നെ യൂസ് ചെയ്യാം. ഇത് എന്ത് സ്വഭാവമാണ്. മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഉപയോഗിക്കലുള്ളേ. നമ്മളും അതൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടാ. ഇത് രണ്ടും. ഇനി വേറെ എന്താ വേണ്ടേ? എന്റെ സ്ട്രെയിറ്റ്നർ അല്ല, മറ്റേ കുമ്പർ എന്തെങ്കിലും ഇട്ടാൽ മറ്റേ വടക്കുകൾ ചെയ്യുന്നില്ല. അവളുടെ ഗ്രിമ്പ് അതും കൂടെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് കഴിഞ്ഞ് മൂടി നമ്മൾ അടച്ചു. അയ്യോ, ഈ സാധനം ക്ലിപ്പിട്ടില്ല. ക്ലിപ്പിടണ്ടേ? ഒരു ആവേശത്തിൽ അടച്ചതാ. അപ്പൊ സാധനം റെഡിയായി. അപ്പൊ നമുക്ക് പോവാ. നാളെ അപ്പൊ നമുക്ക് എവിടെ നിന്ന് കാണാം? എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന്. ബൈ ബൈ. അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ സേഫ് ജേണി പോയി ഇവിടെ എത്താൻ എല്ലാവരും പ്രാർത്ഥന വേണം, അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.